പോവാ? നമ്മൾ ഇന്ന് പോളോവിന്റെ ഷോക്ക് അബ്സർവറിന് എന്തോ ഒരു അടിപ്പ് അത് നോക്കാൻ വേണ്ടി. നമ്മൾ ഇന്നലെ ചെയ്തതിന്റെ ശകലം പരിപാടി ബാക്കിയുണ്ടായിരുന്നു. അപ്പം ചെറിയൊരു ടക് 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 എന്നൊരു സൗണ്ട് ഉണ്ട് കുഴിയിലൊക്കെ ചാടുമ്പോഴേ. ഭയങ്കര വലിയ സൗണ്ട് ഇല്ല. ഷോക്ക് അബ്സർവർ ഇങ്ങനെ പണി വരാൻ ചാൻസേ ഇല്ല. ചെറിയൊരു പണി. അപ്പം ഇത്രയും പണിയൊക്കെ ചെയ്ത് നമ്മൾ മൊത്തം പണിയും തീർക്കുമ്പം ആ ഒരു പണിയും കൂടി ഉള്ളത് എന്തോ ഒരു അരോചകത്വം പോലെ. അപ്പം നമുക്കത് അതുകൂടി പോയി തിരക്കാം. അപ്പോൾ അവളെ ഇന്നലെ പറഞ്ഞിട്ട് ഒന്നും കൂടി കൊണ്ടുപോയില്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഇന്നലെ സമയം കിട്ടിയില്ല. അത് കാരണം ഇന്ന് നമ്മൾ അതിന് വേണ്ടി പോവുകയാണ് ഗൈസ്. അതിന് പോകണം. പിന്നെ ചങ്ങനാശ്ശേരിക്കൊന്ന് പോകണം. പിന്നെ ഇവിടെ എനിക്ക് ഒരു നാരങ്ങാളം കുടിക്കണം. അതൊക്കെ അടുത്ത പരിപാടി കേട്ടോ. മനസ്സിലെ എന്തുണ്ടിക്കറിയേ ഇന്നഴകായ മനസ്സിലെ എന്തുണ്ടിക്കറിയേ ഇന്നഴകാന എങ്ങനെ അതെന്നാ ശബ്ദം അറിയാം? കുതിര കയറിയ ശബ്ദമാണ്. കുതിര കുതിര. എന്നാ പോയി. ഇത് കണ്ണഞ്ചറ. ഞാൻ ഈ സീറ്റ് പറ്റിട്ടില്ലെങ്കിൽ ആൾക്കാർ കമന്റ് അടിക്കും കേട്ടോ. അച്ചാച്ചനെ വഴക്ക് പറയാം എല്ലാവരും. അപ്പൊ പിന്നെ ഞാൻ അച്ചാച്ചനെ എടുക്കണ്ടല്ലോ, ഞാൻ വേറെന്തേലും എടുത്താ പോരെ. അത് നല്ലൊരു ഐഡിയ കേട്ടോ. ആരോടും പറയണ്ട. നമ്മളിങ്ങനെ 20-30 കിലോമീറ്റർ സ്പീഡിലല്ലേ പോകുന്നത്. തിരക്കില്ലാത്ത വഴിയൊക്കെ അല്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ആൾക്കാർ ക്ഷമിച്ചോളും. ഇപ്പൊ കറക്റ്റ് 1:30 കേട്ടോ. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കഴിക്കാനൊക്കെ പോകാനും ചാൻസ് ഉണ്ട്. അവർ ഇങ്ങനെയാണെന്നുണ്ടായി പോസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട് അവിടെ. നമ്മൾ ഇന്നലെ നമ്മളെ വീഡിയോക്കകത്ത് കണ്ട പൊന്നിന്റെ വണ്ടിയില്ലേ പോളീസ്, അത് ഈ ഏരിയയിൽ എവിടെ ഒരു വർക്ക്ഷോപ്പിൽ പെയിന്റ് അടിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പെയിന്റ് അടിക്കാന്ന് എന്നോട് പറഞ്ഞത്. നമുക്ക് പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പെയിന്റ് അടിക്കുന്നുണ്ടോ ഇല്ലയോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി കാണാം. ഞാൻ പെയിന്റ് അടിക്കുന്നുണ്ടോ? വണ്ടിക്ക് പെയിന്റ് അടിക്കുന്നുണ്ടോ? പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ മണ്ട ക്ലിയർ അടിക്കും. ക്ലിയർ തിളങ്ങാൻ വേണ്ടി വണ്ടി പെയിന്റ് അത് പോളിഷ്. അതായിരിക്കും കുഞ്ഞായി കണ്ടത്. ഒരു സാധനം കറക്കിട്ട് മറ്റേ പറ്റുവാണോ നമുക്ക് പെയിന്റ് അടിയും കാണാം കേട്ടോ. അത് മറ്റേ മൊബൈലിലുണ്ട് ഉണ്ടാവും പോളിഷ് ചെയ്യുന്ന പരിപാടി അല്ലേ. ഓക്കെ ഗൈസ്, നമ്മള് വണ്ടി ഷോക്ക് അബ്സർവർ കാണിക്കുന്ന സ്ഥലത്താ മറ്റേ സാധനം ക്വാളിസ്. അല്ലല്ല അതവിടെ അല്ല. അവിടെ ആണോന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ അല്ലെന്നാ പറഞ്ഞത്. ഇവരാണ് പ്രായമുള്ളൊരു ചേട്ടനാണ് കേട്ടോ. രാജപ്പൻ ചേട്ടൻ എന്ന് പറയും. പുള്ളി ഭയങ്കര എക്സ്പേർട്ടാണ്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പുള്ളി ഉള്ളതുപോലെ പറയും. ഷോറൂമിലൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ ചെറിയൊരു പണിക്ക് ചിലപ്പോൾ ഈ ഷോക്ക് അബ്സറിന്റെ ഈ ഒരു അടിപ്പ് നമ്മൾ ഷോറൂമിൽ കൊണ്ട് കാണിച്ചാൽ അവർ പറയും മൊത്തം സെറ്റോടെ മാറാൻ പറയുവേ. ഷോറൂമിലൊക്കെ കൊണ്ട് നമ്മൾ ഈ ഷോക്ക് അബ്സറിന്റെ ഈ അടിപ്പ് കൊണ്ട് കാണിക്കാൻ ചെന്നാലേ അവർ പറയുന്നത് മൊത്തത്തോടെ സെറ്റോടെ അങ്ങ് മാറിക്കോളാൻ പറയും. അതാണ് ഷോറൂമിന്റെ പ്രശ്നം. അപ്പോൾ ഇതുപോലെ എക്സ്പേർട്ടായിട്ടുള്ള ഈ മെക്കാനിക്കുകളുടെ കണക്ക് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവരത് ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ട് അത് കറക്റ്റാക്കി തരും കേട്ടോ. അപ്പോൾ ആ ചെറിയ പണിയൊക്കെ കാണത്തുള്ളൂ. ഷോറൂമിലൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അവർക്ക് പണി തീർത്ത് വിടാൻ വേണ്ടിയിട്ട് അവർ മൊത്തത്തിൽ സെറ്റോടെ മാറിക്കോളാൻ പറയും. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ചെറിയ പരിപാടിയൊക്കെ ചെയ്ത് അത് റെഡിയാക്കി തരും. മൊത്തത്തോടെ സെറ്റോടെ മാറണമെന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം കേട്ടോ, എന്നതായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഒരു സാധനം കിടക്കുന്നുണ്ട് ഇവിടെ. ടയർ കണ്ടോ മോനെ? അത് കാണാം ഇവിടെ വർക്ക്ഷോപ്പ് ഇവിടെ നമുക്ക് കാണാം. ഓടിച്ച് നോക്കി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയാ കേട്ടോ. ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാ. വരുമ്പോൾ അറിയാം. ഗെയ്സ് ആണ്ട് അവിടെ ഒരു സാധനം കിടക്കുന്നുണ്ടോ? പുളി ഐറ്റം അല്ലേ? ഭ്രാന്തന്മാരുടെ ഏതോ ഒരു ഭ്രാന്തൻ്റെ വണ്ടിയാണ് കേട്ടോ. ഏതോ ഒരു വണ്ടിപ്രാന്തൻ്റെ വണ്ടിയാണ് കിടക്കുന്നത്. നമുക്ക് പോയാലോ? ഗെയ്സ് നമ്മൾ ഒരു അടിപൊളി സാധനത്തെ കണ്ട് സാധനത്തെ കാണുന്നുണ്ട്. സൂം ചെയ്ത് കാണിച്ചു. എല്ലാത്തിന്റെ ബാക്കില് അങ്ങനെ കുഞ്ഞായി ഗോൾഫും കണ്ടിരിക്കുകയാണ്. ഇവിടെ എന്നത് അതെന്നാ പോടാ നോക്കി മനസ്സിലായി. വെയിറ്റിംഗ്. അങ്ങനൊക്കെ വെക്കാതെ മോഹം. ഇനി കുറെ നേരം ഇവിടെ ഇരിക്കണം. ഗോൾഫ് കണ്ടോ? എങ്ങനെയുണ്ട് സാധനം? പൊളിയല്ലേ? എന്നാ വലിയ വണ്ടിയല്ലേ? വലിയ വലിപ്പം അതിന്. അതൊക്കെ മനസ്സിലായി.
അച്ചാർക്ക് അറിയാമല്ലോ, അത് ഗോൾഫ് കാണുമ്പോൾ അറിയാലോ. അതിനല്ലാതെ പോളോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വണ്ടിയാണ് ഗോൾഫ്. ബർഗർ വന്നിട്ടുണ്ട്. എന്നാ പൊട്ടിച്ചടിച്ചോ. അതടിക്കുകയും വെച്ചാൽ മതി. അടിയിൽ കൂടെ താഴെ പോലെ ഏകൊണ്ട് സാധനം കൊള്ളാം. അയ്യോ അത് ഒത്തിരി ആയി. ബർഗർ കഴിക്കുന്ന സ്റ്റൈല് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സ്റ്റൈലിൽ ബർഗർ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത്ര കേസേ ഉള്ളൂ അല്ലേ? ബർഗറ്, അതുപോലെ തന്നെ സാൻഡ്വിച്ച്, നൂഡിൽസ്, മാഗി ഇതൊക്കെ അങ്ങ് തിന്നോളും. ചോറ് മാത്രമേ കഴിക്കാത്തുള്ളൂ. സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കഞ്ഞി കുടിക്കാമല്ലോ സ്കൂളിൽ നിന്ന്. വയറ് കൂടിയോ? കാണിച്ചേ. ഇല്ലേ? KFC ബർഗറിന് പ്രത്യേക രുചിയാണ്. കാരണം എന്നാന്ന് എനിക്കറിയത്തില്ല, അവരുടെ ഒരു പ്രത്യേക കോമ്പിനേഷനാണ് അത്. ഇഷ്ടപ്പെട്ടില്ലേ കുഞ്ഞാക്കി? സൂപ്പറല്ലായിരുന്നോ? നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ബർഗറും ഇതും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? ഇതാ ശരിക്കും ബർഗർ കേട്ടോ. ഇവിടെ കണ്ടാണ് നമ്മൾക്ക് വർക്ക് കോപ്പി ചെയ്യേണ്ട സ്റ്റുഡിയോ കേട്ടോ. കപ്പല്ല എന്തി വെള്ളം കൂട്ടി പൊട്ടി. ഇപ്പം വെള്ളം കോരി എടുക്കുമ്പോൾ വെള്ളമുണ്ട്, തലയിലൊഴിക്കുമ്പോൾ വെള്ളമില്ല അല്ലേ? വെള്ളം കാണത്തില്ല. അവസാനം ഞങ്ങൾ രണ്ട് കപ്പ് മേടിച്ചു. കയറി 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 വരി വൈ ഇങ്ങോട്ട് പോയി. അതെ ഓക്കെ. എന്തിന്? ഇവിടെ ഇവിടൊക്കെ നല്ലൊരു എന്താ പറയാ, അതിന് മുകളിലോട്ട് കയറുമോ? വേണ്ട, നമുക്കിനി തരോട്ടിറക്കാം. ആകെ ഞാനിവിടുന്ന് 3 സ്റ്റെപ്പേ കയറിയിട്ടുള്ളൂ. ഞാനിവിടുന്ന് അവിടെ ഇറങ്ങിയപ്പോൾ താണ്ടേ അവിടെ ഒരാൾ നിൽക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. പേടിപ്പിക്കാനായിട്ടല്ലേ? അച്ഛാ ഞെട്ടിപ്പോടാ. നമ്മുടെ വർക്ക് കോപ്പി ചെയ്തിരിക്കുന്നു ഗൈസ്. അതെ വീട്ടിലേക്ക് പോവുകയാണ്. ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫിയാണ് ഗൈസ്. കാടിക്കറ് ഗേസ് ഇല്ലായിരുന്നു നമ്മൾ എന്താ ചെയ്യുന്നത്? ചേട്ടാ ഞങ്ങൾ ഇറങ്ങി സുഹൃത്തെ അല്ലേ? നമ്മൾ എങ്ങനെ ഇവരെ വിളിക്കും? നമ്മള് ക്ലാസ് കാണല്ലോ. ഫോൺ അടിച്ചെടുത്തോ? ഫോൺ അടിച്ചെടുത്തോണേ. ഗേസ് എന്ന വാക്കില്ലാതെ നമ്മള് എന്ത് ചെയ്തേ? സുഹൃത്തുക്കളെ, ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങൾ ദാണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഞങ്ങൾ വർക്ക് കോപ്പി ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ എന്തത്? ഇതാണ് മീഡിയ വില്ലേജ് കേട്ടോ. മറ്റേ ചങ്ങനാശ്ശേരിയിലെ മീഡിയ വില്ലേജ്. ഇതാ ഈ കാണുന്ന വലിയൊരു ഇത് കണ്ടോ? ഗേറ്റ് എങ്ങോട്ട് കാണിച്ചാ? ഗേറ്റ് കാണിച്ചു. സൂം ചെയ്ത് കാണിക്ക്. അതാണ് ചങ്ങനാശ്ശേരിയിലെ മീഡിയ വില്ലേജ് കേട്ടോ. അതായത് സിനിമയൊക്കെ പഠിക്കാൻ പറ്റും. മീഡിയയെ പറ്റിയിട്ടുള്ള
പഠിക്കാനായിട്ടുള്ള കോളേജാണത്. ഇനി നമ്മൾ ആലപ്പുഴയിൽ പോവാണ് ഗൈസ്. ആലപ്പുഴ എന്ന് പറയുന്ന സാധനം ഋതു ചുമ്മാ പറഞ്ഞതാണ് ഗൈസ്. സുഹൃത്തുക്കളെ, നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയിരുന്ന് വർക്ക് ചെയ്യണം, ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങണം. സന്ധ്യ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ചായ കുടിക്കാൻ പോകാം. ഓക്കെ ഗൈസ്. നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന വീഡിയോ ഉള്ളതാണ് ഗൈസ്. കേസ് കേസ് കേട്ട് 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 നമ്മുടെ വീഡിയോ കാണുന്നവർ മടുത്ത് കാണും. ഫോർച്യൂണർ അതിന്റെ അലോയ് അത്ര ഒരു മുടിയാണ്. മുടിയല്ല മുടി. നമ്മൾ ആ വർക്ക്ഷോപ്പിൽ കയറിയില്ലോടാ. ഏത്? നമ്മളാ മറ്റേ ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നോ? മണ്ടൈ വന്ന കാര്യം മറന്നുപോയി. എന്തിനാ വന്നെന്നുള്ള കാര്യം ബർഗർ വന്നപ്പോ നമ്മള് വന്ന കാര്യം മറന്നുപോയി. അവിടെ കൂടി കേറിട്ട് പോയാലോ? അല്ല പിന്നെ ഒരു വരവും കൂടി വരണ്ടേ? വരവ് പോട്ടെ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വൈൻഡപ്പ് ചെയ്യുന്ന കാര്യം മറന്നുപോയി. ഞങ്ങൾ വീട്ടിലോട്ട് അങ്ങ് പോയി. അത് കാരണം ഞാൻ രണ്ടാമത് വോയിസ് ഓവർ കേട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഗൈസ്. ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്.